നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ എല്ലാ മേഖലകളിലും സേവനം വേഗത്തിൽ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ദുബായ് സർക്കാർ വിവിധ വകുപ്പുകളിൽ 22 AI ഓഫീസർമാരെ നിയമിച്ചു. ദുബായിയെ ആഗോള AI കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന പദ്ധതിക്ക് അംഗീകാരം നൽകിയ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. ദുബായ് പോലീസ്, ദുബായ് RTA, ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് ടൂറിസം തുടങ്ങി 22 സർക്കാർ സ്ഥാപനങ്ങളിലാണ് പുതിയ AI ഓഫീസർമാരെ നിയമിക്കുന്നത്. UAEയിൽ വർക്ക് പെർമിറ്റുകളും റെസിഡൻസി വിസകളും ഇനി മുതൽ 5 ദിവസത്തിനുള്ളിൽ ലഭിക്കും. വർക്ക് ബണ്ടിൽ പ്ലാറ്റ്ഫോമിന്റെ 2ാം ഘട്ടം കഴിഞ്ഞ ദിവസം ആരംഭിച്ചതിനു ശേഷമാണ് 30 ദിവസത്തിൽ നിന്ന് 5 ദിവസമായി കുറച്ചത്. ഇപ്പോൾ 7 എമിറേറ്റിലും ഇത് നടപ്പിലാക്കുന്നു. വർക്ക് ബണ്ടിലിന്റെ 2ാം ഘട്ടത്തിൽ ഏകദേശം 6 ലക്ഷം കമ്പനികളും 70 ലക്ഷത്തിലേറെ തൊഴിലാളികളും ഉൾപ്പെടുന്നു. 3ാം ഘട്ടത്തിൽ ഗാർഹിക തൊഴിലാളികളെയും ഉൾപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പുതിയ നോൾ കാർഡ് പുറത്തിറക്കി ദുബായ്. വിവിധ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും 17,000 ദിർഹം വരെ കിഴിവ് ലഭിക്കുന്ന പുതിയ നോൾ കാർഡാണിത്. യാത്രയ്ക്കും ഷോപ്പിങ്ങിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന നോൾ കാർഡിന്റെ പുതിയ പതിപ്പാണിത്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് കാർഡ് പുറത്തിറക്കിയത്. ATM കാർഡ് പോലെ മാളുകളിലും പെട്രോൾ പമ്പുകളിലുമെല്ലാം ഇത് ഉപയോഗിക്കാം. 5 വർഷം വരെ കാലാവധിയുള്ള ട്രാവൽ കാർഡിന്റെ വില 200 ദിർഹമാണ്. പെരുന്നാൾ വേനൽ അവധി ദിനങ്ങൾ കണക്കിലെടുത്ത് വിമാനത്താവളത്തിൽ അകത്ത് യാത്രക്കാർക്ക് മാത്രം പ്രവേശനം പരിമിതപ്പെടുത്തി ദുബായ് വിമാനത്താവള അധികൃതർ. ബന്ധുക്കളെ യാത്രയാക്കാൻ എത്തുന്നവർ മറ്റ് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തിരക്കുള്ള സമയങ്ങളിൽ 1-3 ടെർമിനലുകളിൽ പൊതുഗതാഗത സംവിധാനങ്ങൾക്കും എയർപോർട്ട് വാഹനങ്ങൾക്കും മാത്രമായിരിക്കും പ്രവേശനം. ജൂൺ 12 മുതൽ 25 വരെ 37 ലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 22 ആയിരിക്കും ഏറ്റവും തിരക്കേറിയ ദിവസമെന്നാണ് കണക്കുകൂട്ടൽ. UAEയിൽ 1796 ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ഈ മാസം 20 അനുഭവപ്പെടുമെന്ന് റിപ്പോർട്ട്. ഈ വർഷം വേനൽ നേരത്തെ അവസാനിക്കുന്നതിന്റെ ഭാഗമായാണിത്. എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. പകൽ സമയത്ത് താപനില 41 മുതൽ 43 ഡിഗ്രി സെൽഷ്യസും രാത്രിയിൽ 26 മുതൽ 29 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. പൊതുവെ വരണ്ട കാലാവസ്ഥയും കാറ്റും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. ഈ മാസം 21 മുതൽ ആഗസ്റ്റ് 10 വരെയുള്ള കാലയളവിലാണ് ഇത് സംഭവിക്കുക. ടയർ പൊട്ടിയുണ്ടാകുന്ന വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ നടപടി ശക്തമാക്കി അബുദാബി. സുരക്ഷിതത്വമല്ലാത്തതും കാലഹരണപ്പെട്ടതുമായ ടയറുകളുമായി ഇറങ്ങുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കും. വേനൽക്കാലത്ത് ടയർ പൊട്ടിയുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. യാത്ര പുറപ്പെടുന്നതിനു മുൻപ് ടയറുകളുടെ അവസ്ഥ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അപകടരഹിത ഉഷ്ണകാലം എന്ന പ്രമേയത്തിൽ സെപ്റ്റംബർ 1 വരെ ക്യാമ്പയിൻ നടത്തും. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.